നമ്മളെ ഈ പോക്ക് എറണാകുളത്തേക്കാണ് കേട്ടോ. ലുലുവിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്, ലുലു മാളല്ല. ലുലുവിന്റെ നമ്മളെ യൂസുഫ് അലിയെ കാണാൻ ഇങ്ങോട്ട് വന്നോളൂ എന്നൊക്കെ ഹൈപ്പ് പള്ളിക്കാടൻ ചെയ്ത ലുലുവിന്റെ ഇന്ത്യയിലെ ആസ്ഥാന മന്ദിരം അതിഗംഭീരമായിട്ടുള്ള വിഷ്വലാണ്. ശരിക്ക് കൊച്ചിയിലെ യൂസുഫ് അലിയുടെ യൂസുഫ് അലി സാറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അതല്ലെങ്കിൽ ലുലുവിന്റെ ആസ്ഥാന മന്ദിരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള അതിന്റെ ഒരു ഡ്രോൺ വീഡിയോ കാണിക്കാൻ നമ്മുടെ വ്യൂവേഴ്സിന് കാണിക്കുക എന്നുള്ളതാണ്. കൊച്ചിയിൽ എടപ്പള്ളി ലുലുവിനോട് ചാരിയിട്ട് ഹോട്ടൽ മാരിറ്റിനോടൊക്കെ ചാരി നിൽക്കുന്ന നമ്മുടെ ഗുരുവായൂർ റോട്ടിൽ നിൽക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ നമ്മളെന്താ പറയാ, അതിന്റെ ഒരു ഡ്രോൺ വ്യൂ നമ്മൾ കാണിക്കാൻ പോവാണ്. നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ശരിക്കും ഇതിന്റെ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതിന്റെ ഉദ്ദേശം ഇനി വരുന്ന വർഷങ്ങളിൽ 2023 അത് ഇനാഗ്രേറ്റ് ചെയ്ത അതിന്റെ ഓഫീസ്. ഇന്നിപ്പോ 2024 നിൽക്കുന്നത്. ലുലു ഇന്ത്യ ആകമാനം ശരിക്ക് ലുലുവിന്റെ ഫ്രാഞ്ചൈസികൾ ശരിക്കും വിപുലീകരിക്കാനുണ്ട് എന്നതിന്റെ ഒരു മുന്നോടിയാണ് ശരിക്ക് ലുലു നമ്മുടെ കേരളത്തില്, അതും കൊച്ചിയില് ലുലുവിനോട് ചാരിയിട്ട് ലുലുവിന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു ആസ്ഥാന മന്ദിരം. ശരിക്കും അതിന്റെ ഒരു ഫുൾ കാഴ്ച നമ്മൾ വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിത് ഫ്ലൈ ആളൊരു സ്പോട്ട് അവിടെ നിന്ന് കിട്ടി. എടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഗുരുവായൂർ പറവൂർ റൂട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു 500 മീറ്റർ മാറി ഈ കാണുന്ന ലുലുവിൻ്റെ ആസ്ഥാന മന്ദിരം, ലുലു ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയ അടിപൊളി ആസ്ഥാന മന്ദിരത്തിൻ്റെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്ന് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു കോണ്ടന്റ് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം ശരിക്കും നമ്മളെ വ്യൂവേഴ്സൊക്കെ ഒരുപാട് കമൻറ്റ് ചെയ്യാറുണ്ട്. ലുലുവിൻ്റെ കോട്ടയത്തെ ലുലു കാണിക്കണം, അതുപോലെ പത്തനംതിട്ട നമ്മുടെ പെരിന്തൽമണ്ണ ലുലു ഉണ്ട്, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. വരാനിരിക്കുന്ന ലുലുവിൻ്റെ ഒക്കെ ഒരു ഡ്രോൺ വിഷ്വൽ അപ്ലോഡ് ചെയ്യണം. കോഴിക്കോട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ട്. നമ്മൾ കോഴിക്കോടിൻ്റെ ഡ്രോൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലുണ്ട്. കോഴിക്കോട് എൻ്റെറായി കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴിക്കോട് വോക്ക് 2024 സ്റ്റാറ്റസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്ക് ഇത് കാണാനും ആളുണ്ടാവും, ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ശരിക്ക് അറിയാത്ത കുറേ പേരുണ്ടാവും. ഇന്ത്യയിലെ ലുലുവിൻ്റെ ആസ്ഥാന മന്ദിരം നമ്മൾ നാഷണൽ ഹൈവേ 66 കൂടി എടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് നമ്മുടെ എന്താ പറയുക ഹോട്ടൽ മാരിറ്റിൻ്റെയും ലുലുവിനോടൊക്കെ ചാരി നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കാണുന്ന നാഷണൽ 66 NH66 ഈ കാണുന്നത്, അതിനോട് ചാരി നിൽക്കുന്ന ഈ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള അല്ലേ ഒരു പെട്ടി നിൽക്കുന്ന പോലെ അത്രയും ഭംഗിയുള്ള ഒരു ഗ്ലാസ്ഡ് ബിൽഡിംഗ് ആയിട്ടുള്ള ഈ ഒരു ലുലുവിൻ്റെ ആസ്ഥാന മന്ദിരം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തിൽ NH66 വോക്കിൻ്റെ സ്റ്റാറ്റസും കാണാം കേട്ടോ. ശരിക്കും എടപ്പള്ളി ജംഗ്ഷനിലൂടെ ആ ഭാഗത്തൊക്കെ 66 റോഡിൻ്റെ വോക്ക് ചെയ്തുവരെ സ്റ്റാറ്റസ് ആയിരുന്നൊക്കെ ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. വിഷ്വലിൽ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഏകദേശം ഈ ഒരു സ്റ്റേജ് വോക്കാണ് ഈ ഭാഗത്തായാലും. ഒപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു അതിമനോഹരമായിട്ടുള്ള യൂസുഫ് അലി സാറിൻ്റെ ഈ ഒരു കേരളത്തിലെ അതും കൊച്ചിയിലെ നമ്മളെന്ത് ചെയ്യുക ലുലുവിൻ്റെ ആസ്ഥാന മന്ദിരം. ശരിക്കും അതൊക്കെ ഒരു ഭാഗ്യമല്ലേ, ലുലുവിൻ്റെ ഇന്ത്യയിലെ ആസ്ഥാന മന്ദിരം ശരിക്കും നമ്മുടെ കേരളത്തിലാണെന്ന് പറയാൻ. അവരുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് UAE എല്ലാവർക്കും അറിയാം, അബുദാബിയിലാണ് അവരെ ആസ്ഥാന മന്ദിരം ഉള്ളത്. അപ്പം ശരിക്ക് ഒരുപാട് ആളുകൾ അറിയാത്തതുണ്ട്, കണ്ടവരുണ്ട്, ഇതിനൊക്കെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മളെ പല ഭാഗത്തും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന കൊച്ചി നഗരമധ്യത്തിൽ നിൽക്കുന്ന, എറണാകുളം നഗരമധ്യത്തിൽ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അടിപൊളി വിഷ്വലാണ്. ഹോട്ടൽ മാരിയറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിഷ്വൽ നമ്മൾ കാണുന്നത്. ഞാൻ റോഡിൻ്റെ വർക്ക് കാണാം. ഇവിടുന്ന് ഈ കൊച്ചി നഗരം മനോഹരമായിട്ടുള്ള കൊച്ചിയുടെ മോർണിംഗ് വൈബ് ഏകദേശം ഒരു 10-10:30 സമയമായിട്ട് ശരിക്ക് കൊച്ചിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ച ഞാൻ സ്ലോലി ഡ്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത്, അത് വേഗത്തിൽ തിരിച്ചാൽ ആ ഒരു വിഷ്വൽ ബ്ലറാവുന്നുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവുക. ഞാൻ അതുകൊണ്ടാണ് ശരിക്കും ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത് തിരിക്കുന്നത്. നമ്മളിങ്ങനെ ശരിക്കും കാണാം മാരിയറ്റ്. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ കൊച്ചി കൂടെ പോകുന്ന സമയത്ത് നമ്മൾ അതിശയിപ്പിച്ച എന്താ പറയുക സമുച്ചയങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു വ്യൂ, ഈ ഒരു ആംഗിൾ എന്നുള്ള കാഴ്ച ഞാൻ ശരിക്കും എൻ്റെ മുമ്പോട്ട് ഇങ്ങനെ കണ്ടപ്പം എൻ്റെ കണ്ണെന്ന് ഉടക്കി. ഞാനിങ്ങനെ ആ മാരിറ്റിൻ്റെ ഭാഗത്തേക്ക് അതിനൊന്ന് ഡ്രോണൊന്ന് അതിൻ്റെ അടുത്തേക്കൊന്ന് ഫ്ലൈ ചെയ്യാണ്. ശരിക്ക് ഞാനിങ്ങനെ തിരിച്ച സമയത്ത് അതിനെനിക്കൊരു അതിശയം തോന്നി. ഞാൻ അതിൻ്റെ ഹെലിപാഡും ആ ഭാഗത്തൊക്കെ ഒന്ന് സൂം ചെയ്ത് അതല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്കൊന്ന് അടുക്കുന്നൊരു വിഷ്വൽ ഞാൻ എന്ത് ചെയ്യാം ഒന്ന് കാണിക്കുക. ഇവിടെ നിന്ന് അപ്പ് ചെയ്താൽ നമുക്കിതിൻ്റെ ഹെലിപാഡിൻ്റെ ഭാഗം അല്ലേ മാരിയറ്റ്, ഫന്തൂക്ക് മാരിയത്ത് അല്ലെങ്കിൽ ഹോട്ടൽ മാരിയറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അറബിയിൽ ഫന്തൂക്ക് എന്നൊക്കെ പറയാറുണ്ട്. യെസ് ഓക്കെ. ഈ ഭാഗം കണ്ടോ, അതിൻ്റെ ഹെലിപാഡിൻ്റെ ഭാഗത്തൊക്കെ ശരിക്കും വെയിൽ കൊണ്ട് ബ്ലറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് കൊച്ചി നഗരത്തിൻ്റെ ഒരൊറ്റ ഫ്രെയിമിൽ കൊച്ചി നഗരം ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. എടപ്പള്ളി ജംഗ്ഷൻ എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ, അതുപോലെ ആ റെയിൽപാതൊക്കെ ശരിക്കും കാണാം. അതിനോട് സംബന്ധമായിട്ടുള്ള ലുലുവിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യുക വിഷ്വൽ ഇങ്ങനെ ഞാൻ സ്ലോലി
നേരെ ലുലുമാളിൻ്റെ കാണുന്നതാണ് എടപ്പള്ളിയിലെ മെട്രോ സ്റ്റേഷൻ, ആ ജംഗ്ഷൻ. അവിടെ നിന്നുള്ള കൊച്ചിയുടെ നഗരം ഒന്ന് മനോഹരമായിട്ട് കണ്ട. കൊച്ചി നഗരത്തിൽ ശരിക്കും ഞാൻ എപ്പോഴും ഡ്രോൺ ഫ്ലൈ ചെയ്താലും ശരിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല എനിക്ക്, സത്യമായിട്ട്. ഞാൻ എപ്പോഴും അത് ഈ ഭാഗത്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാനത് വീണ്ടും ഇതിങ്ങനെ കാണിക്കുന്നതിൻ്റെ കാരണം ശരിക്ക് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ള ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വീട് കാണാം കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ കൊച്ചിക്കാരും എറണാകുളത്തേക്ക് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിഷ്വൽ. കൊച്ചിയിൽ ഈ ഹൃദയമത്ത് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വിഷ്വലുകൾ തരുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ അതുകൊണ്ടാണ് ശരിക്കും അതൊന്നും കൂടെ ഇങ്ങനെ സ്ലോലി ശരിക്കും ചെയ്യുന്നത്. ആ നഗരം ഇങ്ങനെ ഒരൊറ്റ കാഴ്ചയിൽ കൊച്ചി ശരിക്കും എല്ലാവരെയും ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഭയങ്കര വൈബല്ലേ, വൈബായിട്ടുള്ള സ്ഥലമാണ് കൊച്ചി. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ കൊച്ചിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ലുലുവിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ മുഴുവൻ കാഴ്ച ഒരൊറ്റ ഫ്രെയിമിൽ. ഓക്കെ, ഈ ഭാഗത്ത് നിന്നാണ് ശരിക്കും ആ ഭാഗം നോക്കി അവിടുത്തെ ആ പള്ളി കാണാം. ശരിക്കും നമ്മൾക്ക് പല പ്രാവശ്യം പാസ് ചെയ്ത ആ റോഡിൻ്റെ ഒക്കെ ഇങ്ങനൊരു വ്യൂ ശരിക്കും തീർച്ചയായിട്ടും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒരു അകത്തിൻ്റെ വിഷ്വലും കൂടെ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. ശരിക്കും ഇങ്ങനെ കാണുമ്പം ശരിക്കും ഇതിൻ്റെ ഒരു ഞാൻ ഷൂട്ട് ചെയ്തതല്ല ഇതെന്നെ പറയാം. ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഡോക്ടർ MA യൂസഫലിയും ടീമും ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് ഈ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നാണ്. ഇത് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഓൾ ഇന്ത്യയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതാണ് കൊച്ചി. അപ്പൊ ഇന്ത്യയിലെ മുഴുവൻ ഓപ്പറേഷൻ ഇവിടെ 12 നില 12 നിലയുണ്ട്. 12 നിലകളിലായി വിസ്തരിച്ച് പണിതീർത്തിരിക്കുന്ന കോർപ്പറേറ്റ് ഓഫീസിന്റെ റിസപ്ഷൻ ഏരിയയിൽ ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നിവരുമായി യൂസഫലി നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. വിശാലമായി ഇവിടെ ചെറു മീറ്റിംഗുകൾക്കും വരെ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ചെയർമാനും MD-യുമായ MA യൂസഫലിക്ക് കോർപ്പറേറ്റ് ഓഫീസിനുള്ളിലേക്ക് പോകാൻ പ്രത്യേകമായ കവാടവും ലിഫ്റ്റും കോർപ്പറേറ്റ് ഓഫീസിലുണ്ട്. ഇതിന് മുൻവശത്തു തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്യാനും സൗകര്യമുണ്ട്. 12 നിലകളിൽ 10ാം നിലയിലാണ് യൂസഫലിയുടെ ചെയർ ഉള്ളത്. ഇവിടെ തുർക്കിൽ നിന്നും കൊണ്ടുവന്ന മനോഹരമായൊരു ചുവർ ചിത്രമുണ്ട്. ടൈലുകൾ കൊണ്ടാണ് ഇത് തീർത്തിട്ടുള്ളത്. സാറിരിക്കുന്നത് 10ാമത്തെ നിലയിലാണ്. അത് ചൂസ് ചെയ്യാൻ വല്ല കാരണമുണ്ടോ? അങ്ങനൊന്നുമില്ല. നമ്മളൊരു നമ്പറിൽ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഈ മോതിരന്റെ ഒരു സ്റ്റോണിൽ വിശ്വസിക്കുക. അതിനൊരു കഴിവുണ്ട്. കഴിവ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ നമ്മൾ എറണാകുളത്തെ ലുലുവിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഓൾ. ബൈ.